ഈ അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യ സമരത്തിൽ പ്രസംഗിച്ച ആളാണ് 8-ാം പ്രതി. അതുമാത്രവുമല്ല, ഈ ആരോപണം ഉയർന്നു വരുമ്പോൾ, ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ആദ്യം ഉയർന്നു വരുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അത് തള്ളിക്കളഞ്ഞാണ് തുടക്കത്തിൽ. പിന്നീട് ഒരു സൊസൈറ്റൽ പ്രഷർ വരുമ്പോഴാണ് സർക്കാർ തന്നെ ആ ഒരു ആംഗിൾ അന്വേഷിക്കാൻ തുടങ്ങുകയും പിന്നീട് മാസങ്ങൾക്ക് ശേഷം ദിലീപ് അറസ്റ്റിലാവുകയും ചെയ്യുന്നത്. ഇവിടെ സജി നന്ദ്യാട്ടിനെ പോലുള്ളവർ തന്നെ സർക്കാരിൻ്റെ ഒരു സവിശേഷമായ താല്പര്യം ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ, അതുപോലെ കേസ് നടത്തിയ സർക്കാരാണല്ലോ, എങ്ങനെ സ്വാധീനിക്കാനെന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ഇവിടെ പ്രതിക്ക് അനുകൂലമായ ഒരു വിധിയാണ് നാളെ ഉണ്ടാകുന്നതെങ്കിൽ അത് സർക്കാരിനോടുള്ള തിരിച്ചടിയായി മാറില്ലേ? തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ്റെ പരാജയമായിട്ട് വരും. കാരണം ഇത്രയും ഇതിൽ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ കേസിൽ ഈ പറയുന്ന ദിലീപ് പ്രതിയേ അല്ല, അദ്ദേഹം തന്നെ എന്താണ് സ്വയം കൃതാനർത്ഥം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നുള്ളൊരു കത്താണല്ലോ ഈ പ്രശ്നത്തിലേക്ക് അദ്ദേഹത്തിനെ പ്രതിയായിട്ട് ചേർക്കുന്നതിലേക്ക് വരുന്നത്. അവിടെ അതിനു മുമ്പേ താങ്കൾ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ നിലപാടും ഈ പെൺകുട്ടിയുടെ അതിജീവിതയ്ക്കൊപ്പമാണ് ഞങ്ങൾ എന്നുള്ള കാര്യം ഈ സംഭവം നടന്നതിന് പിറ്റേ ദിവസം മറൈൻ ഡ്രൈവിൽ നടന്നിട്ടുള്ള ആ ഒരു പ്രതിഷേധ യോഗത്തിൽ ദിലീപ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പറഞ്ഞ് ഞങ്ങളുടെ സഹോദരിക്കൊപ്പമാണ് ഞങ്ങളെല്ലാവരും അതിൻ്റെ പിറകിൽ യാഥാർത്ഥ്യം പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ എന്തായാലും ശ്രമിക്കുന്നൊക്കെ പറയുന്നത് നമ്മളത് വളരെ കൃത്യമായി കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ അത് പക്ഷേ അതിന് ശേഷമാണ് അന്നെനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇതിൽ ഒരു ഗൂഢാലോചനയുടെ പ്രശ്നം പറയുന്നത് മഞ്ജു വാര്യരാണ്. ഈ സംഭവത്തിന് പിറകിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുന്നത് മഞ്ജു വാര്യരാണ്. അപ്പോൾ അത് മുതൽ ഇത് വരുമ്പോൾ പോലും ഇദ്ദേഹം പ്രതിയല്ല. ഇദ്ദേഹം പിന്നീട് പൾസർ സുനി മറ്റൊരാൾ വശം എഴുതി കൊടുത്തു വെച്ച കത്തിൻ്റെ കാര്യം അതിലെന്നെ ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞുകൊണ്ട് പോലീസിന് DGPക്ക് കൊടുത്ത ആ കത്ത് കൈമാറിയതിന് ശേഷം നടന്ന അന്വേഷണങ്ങളും ആ സമയത്തുണ്ടായ DGPയുടെ മാറ്റമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം അതാണ് സത്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യം കൊണ്ട് പിന്നീട് സർക്കാർ വളരെ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് പ്രതിയാക്കപ്പെട്ട ആളൊന്നുമില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യം വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്നുള്ളത് അന്ന് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. സർക്കാർ വേണ്ടത്ര താങ്കൾ പറഞ്ഞ പോലെ ഇതിലെ ഗൂഢാലോചനയെ സർക്കാരിൻ്റെ ഭാഗത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തള്ളിക്കളഞ്ഞ കാര്യമാണ്. പക്ഷേ പിന്നീട് ഇത് പോലീസ് തന്നെയാണ് അന്വേഷിച്ച് കണ്ടെത്തുന്നത്. ഇതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിലേക്ക് വരുന്നത്. അതിനുശേഷമുണ്ടായിട്ടുള്ള ബാക്കി ഇനി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ തെളിവുകൾ വേണ്ടത്ര കൈകാര്യം ശേഖരിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അവിടെ ഇടപെടലുകൾ ഉണ്ടായോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ ഇവിടെ തുടക്കത്തിൽ സംസാരിച്ച അഡ്വക്കേറ്റ് മിനി അവർ പറഞ്ഞത് പോലെയാണെങ്കിൽ വേണ്ടത്ര തെളിവുകൾ ഞങ്ങൾ കൊടുത്തു എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് തെളിവുകൾ കൊടുക്കുന്നതിൽ അവർ അതിജീവിതയുടെ പക്ഷത്താണല്ലോ, അവരുടെ അഭിഭാഷകയാണല്ലോ. അപ്പോൾ അതുണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അട്ടിമറി നടന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അട്ടിമറി നടന്നതാണെങ്കിൽ അവർ ആദ്യം പറയണം ഇതിൻ്റെ പിറകിൽ അട്ടിമറി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വേണ്ടത്ര തെളിവുകൾ കിട്ടിയില്ല. പ്രോസിക്യൂഷൻ ഇവർ പ്രോസിക്യൂഷനെ സഹായിക്കുന്ന ആളായിട്ടാണല്ലോ പോയത്. പ്രോസിക്യൂഷൻ വേണ്ടത്ര ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കാര്യമായി പ്രോസിക്യൂഷൻ ഈ കേസിൽ കള്ളകളി കളിച്ചു എന്നൊരു ആരോപണം അതിജീവിതയ്ക്കോ അവരുടെ അഭിഭാഷകയോ ഉണ്ടായിരുന്നില്ല തുടക്കം മുതൽ. അവരുടെ ആക്ഷേപം കോടതിയോടായിരുന്നു. കോടതി ഇരയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു, ആ ജഡ്ജിയെ മാറ്റണം തുടങ്ങിയ ആവശ്യമാണ് അവർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട അതാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു അട്ടിമറി തെളിവുകൾ ഒരു അട്ടിമറി നടന്നിട്ടുള്ള കോടതിക്കകത്ത് നിന്നാണ്. സത്യത്തിൽ നീതിപീഠത്തിൻ്റെ വിശ്വാസ്യത പോലും ഈ വിധിയിൽ പ്രതിഫലിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലൊക്കെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ നമ്മൾ വളരെ വിശ്വാസപൂർവ്വം കൊടുക്കുന്ന രേഖകൾ, ആ രേഖകൾ പോലും അട്ടിമറിക്കപ്പെടുന്ന രൂപത്തിലേക്ക് പോയോ, എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അതിലുണ്ടായിട്ടുണ്ടോ ഉള്ള സംശയം പോലും പല ആളുകളും ഉന്നയിച്ചതാണ്. അതിജീവിത പോലും ഈ ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതാണ്. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകൾ പോലും ഈ കേസിനെക്കുറിച്ച് അവർ ഈ സാക്ഷികൾ കൂറുമാറിയതിനെക്കുറിച്ച് ഉള്ളപ്പോഴും ഇനി ഇവിടെ അവർ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞുള്ള കാര്യമാണ്. അതൊരു പ്രശ്നമല്ല. കാരണം കൂറുമാറിയ സാക്ഷികളെല്ലാവരും ദിലീപിൻ്റെ അടുത്ത ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ഉള്ള ആളുകളാണ്. അത് പ്രശ്നമല്ല, ബാക്കിയുള്ള തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ ഉണ്ട് എന്നവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതിൽ വിശ്വാസമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു അട്ടിമറിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ ഒരു സാധ്യതയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അതല്ലെങ്കിൽ കേസ്
തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെങ്കിൽ ഒന്നുകിൽ ദിലീപ് നിരപരാധിയാണ് എന്നുള്ളത് സ്ഥാപിക്കപ്പെടുന്നൊരവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഇതിൽ പരാജയപ്പെട്ടു എന്നാണ് പറയേണ്ടി വരിക.